ഗിവ് എവേയുടെ വിന്നർ ആരാന്ന് നാളത്തെ വീഡിയോയിൽ നമ്മൾ ഉറപ്പായും പറയും കേട്ടോ. ഇടയിൽ 2-3 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടായെങ്കിലും ഞാൻ പരമാവധി കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. 30 ദിവസത്തെ വീഡിയോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ 7-ാം തീയതിക്ക് 30 ദിവസം കഴിയാണ്. അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയും ആരാണ് ഗിവ് എവേയുടെ വിന്നറിന്. അപ്പോൾ ഇതുവരെ കമൻറ്റ് ഇടാത്തവർക്ക് ഇന്നിപ്പോൾ തന്നെ നമ്മുടെ വീഡിയോസിന് ഇടയിലൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം വീഡിയോ ഇടുന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോസിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇട്ട വീഡിയോസിൻ്റെ ഇടയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരാളാണെങ്കിലും അതെനിക്ക് വലിയൊരു കമൻറ്റ് തന്നെയാണ്. അപ്പം ഞാൻ എന്തായാലും അവർക്ക് പറഞ്ഞൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും കേട്ടോ. നമ്മളൊരു ഗിഫ്റ്റ് വിചാരിച്ചിട്ടുണ്ട്, അത് എന്തായാലും കൊടുക്കും. അപ്പം നാളെ പറയാം കേട്ടോ ആ വിന്നർ ആരാണ് എന്താണെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകാനുണ്ട്. അപ്പോൾ അതേ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറിനൊരു ചക്കക്കുരും പരിപ്പൊക്കെ ഇട്ടുള്ള ഒരു പുളിങ്കറി പോലത്തെ ഒരു കറിയായിരുന്നു കേട്ടോ. ആ കറി പിന്നെ നെല്ലിക്ക അച്ചാർ. എൻ്റെ അപ്പുറത്ത് കിടന്നിട്ട് വിഷ്ണു ഫോം വിളിക്കുന്നുണ്ട്. അത് കാരണമാണ് നിങ്ങൾക്ക് ഇടയിൽ വേറെ സൗണ്ടൊക്കെ കയറി വരുന്നത്. ആരായിരിക്കും ആ വിന്നറിനെ ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോയിലിടുന്നല്ല ഒരു 5 കമറിലെ 5 കമർ എനിക്ക് വലുതാണ്. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മൾ എന്തായാലും അങ്ങനത്തെ ഗിവ് അവേ ഒക്കെ ചെയ്യണതായിരിക്കും കേട്ടോ. നമ്മൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ളൊരു ഗിവ് അവേ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചാനൽ മോണിറ്റൈസ് ആവാനൊക്കെ നിങ്ങളും സപ്പോർട്ട് ചെയ്യണേണ്ട നന്നായിട്ട്. കാരണം കുറേ ദൂരം ഇനി എനിക്ക് കുറേ ദൂരം പോകണ്ട എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാവും എത്ര വ്യൂസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയായിട്ടാ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ചോറ് എടുത്തു. അതുപോലെ തന്നെ കറികളെല്ലാതും വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ വേഗം വരുന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ വിഷ്ണുവിനുള്ളത് വിഷ്ണുവിലേക്ക് ഞാൻ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി വന്നിട്ട്. അപ്പോൾ ഈ കറി മീൻ വറുത്തതും പിന്നെ ഒരു അച്ചാറുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അതിനിടയിൽ ഞാൻ വിഷ്ണുവിൻ്റെ തലയിലേക്ക് പോയിരുന്നു ചൊറിയുന്നുണ്ട്, തല വെട്ടിയത്. വിഷ്ണു ഈ പ്രാവശ്യം ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടമില്ലാത്ത പോലെ കേട്ടോ മുടി വെട്ടുള്ളത്. താഴത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് ഇറക്കിയിട്ട് എനിക്ക് അങ്ങനെ മുടി വെട്ടിയത് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ചു വെക്കുക. പിന്നെ വിഷ്ണുവിൻ്റെ മുടി ഒരു ചകിരി പോലത്തെ ഒരു മുടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഗൈസ്, അപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.